സിനിമാ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് 1990 സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കളിക്കളം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടി, മുരളി, ശ്രീനിവാസൻ, ശോഭന മുതലായവരാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത്. സംഗീതം ജോൺസൺ സാറാണ്. കഥ, തിരക്കഥ, സംഭാഷണം എസ് എൻ സ്വാമിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സോങ് എന്ന് പറയുന്നത് ആകാശഗോപുരം എന്ന് അറിയപ്പെടുന്ന സോങ് ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുള്ള ഒരു സോങ് കൂടിയാണ്. അപ്പൊ ഈ സിനിമയുടെ ചെറുതായിട്ട് നമുക്കൊരു കഥാസംഗ്രഹം കൂടി നമുക്കൊന്ന് നോക്കാം. ഷൊർണൂർ ഭാഗത്തു നിന്നും കൊച്ചി സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടാണ്, സത്യസന്ധനായിട്ടുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടാണ് നമ്മുടെ മുരളി വേഷമിടുന്നത്. ശേഖരൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. കൊച്ചി സിറ്റിയിൽ ചാർജ് എടുക്കുമ്പോൾ തന്നെ ലാലു ലക്സ്, കൊച്ചി സിറ്റി കമ്മീഷണറാണ് ലാലു ലക്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്താണെന്നൊക്കെ കാണിക്കുന്നു. അതൊക്കെ നിങ്ങൾ സിനിമ കണ്ടറിയാം. ഒരു നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ് ലാലു ലക്സ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മാമുക്കോയ, അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് ആക്ടേഴ്സുകളൊക്കെ കാണിച്ചു വരുന്നു. അങ്ങനെ സ്ഥലത്തെ പ്രധാന പൊളിറ്റീഷ്യൻസ്, കച്ചവടക്കാര്, കള്ള് കച്ചവടക്കാര്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ അവസരത്തിൽ മുരളീനെ കാണാൻ വരുന്നതിനായിട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഇന്ന ആൾക്കാർ, കഥാപാത്രങ്ങളെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുരളിയെ കാണാനായിട്ട് ഇവരൊക്കെ വന്ന് കാണുന്നു എന്നുള്ള രീതിയിൽ കഥാപാത്രങ്ങളെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമ. അങ്ങനെ ഇൻസ്പെക്ടർക്ക് ഒരു കോള് വരികയാണ്. റവന്യൂ വിഭാഗത്തിൽ നിന്നും ഒരു ജ്വല്ലറി റെയ്ഡ് ചെയ്യാൻ പോകും. ശങ്കർ എന്നാണ് ആ റെയ്ഡ് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥന്റെ പേര്. അങ്ങനെ ആ ശങ്കർ അവിടെ വരുന്നു. അപ്പൊ മുരളിയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ജ്വല്ലറിയില് കുറെ കള്ള സ്വർണങ്ങളൊക്കെ കണ്ടെടുക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പോ ശങ്കർ പറയുന്നുണ്ട് ജ്വല്ലറിയുടെ ഉടമയോടുകൂടി ഇൻസ്പെക്ടറോട് ശങ്കറിന്റെ ഓഫീസിലേക്ക് വരാനായിട്ട് പറയാം. അങ്ങനെ പറയുന്നു. ശങ്കർ പോകുന്നു. അപ്പോ മുരളി ഈ ജ്വല്ലറി ഉടമയോട് കൂടിയിട്ട് ശങ്കറിന്റെ ഓഫീസിലെത്തുമ്പോഴാണ് തനിക്ക് അമളി പറ്റിയെന്ന് പറയുന്നത്. ഈ ശങ്കർ എന്ന് പറയുന്ന ആള് നേരത്തെ കണ്ട വ്യക്തിയല്ല. അത് ആ വേഷം ചെയ്തത് മമ്മൂട്ടിയായിരുന്നു. മമ്മൂട്ടി പല പേരുകളിലാണ് ഈ സിനിമയിൽ അറിയപ്പെടുന്നത്. ശങ്കർ എന്നറിയുന്നുണ്ട്, പപ്പൻ എന്നറിയപ്പെടുന്നുണ്ട്, പിന്നെ ഒരു ലൂയിസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ കുറെ ടോണി ലൂയിസ് അങ്ങനെയുള്ള ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് പുള്ളി ഒരു കള്ളനാണ്. പുള്ളി അങ്ങനെ 2-3 തരത്തിലുള്ള കവർച്ചകളൊക്കെ ചെയ്തു പോരുന്ന ഒരു സിനിമയാണ്. നമ്മുടെ കായംകുളം കൊച്ചുണ്ണി എന്നുള്ള കഥാപാത്രത്തിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയതാണെന്ന് തോന്നുന്നു ഈ പടത്തിലെ ഇങ്ങനത്തെ കഥാപാത്രം. കുറെ പേര് പറയുന്നുണ്ട് നമ്മുടെ റോബിൻ ഹുഡ് എന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇതെന്ന് മമ്മൂട്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നുണ്ട്. എന്തായാലും വെടിച്ചില് കഥാപാത്രം, അത്യാവശ്യം നല്ല കോമഡിയും നല്ല ഒരു എന്താ പറയാ നല്ല മാനറിസങ്ങളൊക്കെ ഉള്ള, നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാണ്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ നമ്മള് അവിടെ ചെല്ലുമ്പോ ശേഖരന് മനസ്സിലാവുകയാണ് നമുക്ക് അമളി പറ്റിയെന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തത്തിലൊരു ഈഗോ വിഷയമായിട്ട് മാറുകയാണ് ഈ കള്ളനെ പിടിക്കണം എന്നുള്ളത്. അങ്ങനെ കള്ളനെ പിടിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നു, പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നു. അതേപോലെ തന്നെ ഒരു മോസ് ആൻഡ് കാറ്റ് ഗെയിമാണ് ഈ പടത്തിൽ കാണിക്കുന്നത് ഫുള്ള്. മമ്മൂട്ടി എന്ന് പറയുന്നത് നല്ലവനായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോ നമ്മുടെ മാമുക്കോയെ പോലെയുള്ള കഥാപാത്രങ്ങള് മുരളിയോട് പറയണം നമുക്ക് ഒരു കള്ളനെ പിടിക്കാൻ വേറൊരു കള്ളനെ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പൊ ഭീമൻ രഘുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഭീമൻ രഘു അന്വേഷിച്ച് പിടിച്ച് ശ്രീനിവാസൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് എത്തുന്നു. ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു പാവം ആളാണ്. അപ്പൊ മമ്മൂട്ടിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. അതെങ്ങനെയാണ് ഇഷ്ടമാവുന്നത്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ സിനിമയിൽ മനസ്സിലാവും. അപ്പൊ ഭീമൻ രഘു ഇവന്റെ അടുത്തേക്ക് വരുമ്പോ അവിടെ ശ്രീനിവാസനെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആരാണ് ഇയാള് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മമ്മൂട്ടി ഭീമന്റെ ഒക്കെ തമ്മിൽ ചെറിയൊരു ഫൈറ്റ് നടക്കുന്നു. അപ്പൊ അത് മമ്മൂട്ടിയുടെ കാലില് ഒരു ചെറിയൊരു മുറിവുണ്ട്. ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആ ഹോസ്പിറ്റലിലേക്ക് എത്തിയ സമയത്ത് മാമുക്കോയെ അവിടെ വെച്ചിട്ട് മമ്മൂട്ടിയുടെ ഫേസ് കാണണം. അപ്പൊ ഇത് എവിടെയോ കണ്ടൊരു ഓർമ്മയില് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുന്നു ഇന്ന അവിടെ ആള് വന്നിട്ടുണ്ട്. പക്ഷെ അവരിവിടെ വരുമ്പോഴത്തേക്കും ഇദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് യാദൃശികവശാല് ശോഭനയുടെ വീട്ടിൽ കയറിക്കൂടുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടി കയറുന്നതാണ്. അപ്പൊ ഈ കയറുമ്പോ തന്നെ ചുമരില് ശോഭനയുടെ പേര്, താഴത്ത് കുറെ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയതൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ പിറന്നാളാന്നൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെ അപ്പൊ ശോഭന കണ്ണു തുറക്കണം. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി എണീറ്റ് വരുമ്പോഴത്തേക്കും മമ്മൂട്ടി പെട്ടെന്ന് ഒരു ക്യാരക്ടർ ചേഞ്ച് നടത്തണം. അവിടുന്ന് അത്രയും നേരം ഓടി രക്ഷപ്പെട്ടു വന്നുകൊണ്ടിരുന്ന ഒരു കള്ളനിൽ നിന്നും പെട്ടെന്നൊരു കാമുകന്റെ
ഭാവത്തിലേക്ക് മമ്മൂട്ടി അങ്ങോട്ട് മാവാണ്. പെട്ടെന്ന് ശോഭനയോട് പറയുന്നു, ഒച്ചയൊന്നും വെക്കരുത്, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്, നിന്നെ എനിക്ക് അത്ര ഇഷ്ടമാണ്, കുറെ ആയി, അങ്ങനെയാ അങ്ങനെ ഈ ചുമരുകളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നൊക്കെ ഇവളുടെ ഇന്നത്തെ സിറ്റുവേഷൻ, അവളുടെ പേരെന്താണ്, ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ് എന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ എടുത്ത് കാച്ചി ശോഭനേനെ കുപ്പിയിലാക്കുകയാണ്. അതായത് കുപ്പിയിലാക്കുന്ന തന്നെ ശോഭനേന് ഇഷ്ടത്തിലാക്കി, അതന്നെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ലവ് പോർഷനൊക്കെ ആയിട്ട് പടം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. അതിനിടയിൽ ഇങ്ങനെ കുറെ ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ കുറെ ലേലത്തിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു അമ്പലക്കാട് എന്ന് പറഞ്ഞ കഥാപാത്രം, രവി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒക്കെ ഇതിനിടയിലുണ്ട്. അവരൊക്കെ ചെറിയൊരു വില്ലൻ നെഗറ്റീവ് ക്യാരക്ടർ രീതികളിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. അപ്പോ ഒരു സമയത്ത് അമ്പലക്കാടൻ മരിക്കുകയാണ്. ആ മരിച്ച സമയത്ത് തന്നെ മുരളി അവിടെ വരികയും ആ കൊലപാതകം മുരളിയുടെ പേരിൽ ചാർത്തപ്പെടുകയും ചെയ്യാണ്. പക്ഷെ ഇത് അപ്പൊ അങ്ങനെ മുരളി ജയിലിലേക്ക് പോകുന്നു. അതായത് സസ്പെൻഷൻ കിട്ടി, അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ പോവാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് മമ്മൂട്ടി വരികയാണ്. മമ്മൂട്ടി മുരളിയെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പൊ മുരളിയോട് പറയണു, ഈ എന്റെ ഫേസ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, എന്റെ ശബ്ദങ്ങൾ പലതും നിങ്ങൾക്ക് കേട്ട് പഴകിയ ശബ്ദം തന്നെയാണ്, ഞാൻ തന്നെയാണ് കള്ളൻ, നിങ്ങളാണ് പോലീസ്. അപ്പൊ മുരളി എന്തോ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ശബ്ദിച്ചിട്ട് യാതൊരുവിധ കാര്യങ്ങളും ഇല്ല, കാരണം നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവർക്കും വിശ്വാസം ഞാൻ പറയുന്നതായിരിക്കും. കാരണം ഇപ്പോ കള്ളനേക്കാളും വലിയ പ്രശ്നമാണല്ലോ കൊലപാതകം എന്ന് പറയുന്നത് എന്നൊക്കെയുള്ളത് പറയുമ്പോൾ മുരളി മിണ്ടാതിരിക്കുന്നു. അപ്പൊ മമ്മൂട്ടിയും മുരളിക്ക് വാക്ക് കൊടുക്കാണ്, നിങ്ങളല്ല കൊന്നത് എന്നുള്ളത് ഈ ലോകത്തിൽ അറിയാവുന്ന വ്യക്തി ഞാനാണ്, അപ്പൊ ഞാൻ അത് കോടതിയിൽ വന്ന് പറയും, കാരണം നിങ്ങളൊക്കെ പുറത്തുണ്ടാവേണ്ട ആൾക്കാരാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ മമ്മൂട്ടി അവിടെ വന്നിട്ട് പിന്നെ ഒരു കോടതിയിൽ ഒരു സീനാണ്, അത്യാവശ്യം നല്ല കോമഡിയും അത്യാവശ്യം എന്ന കുറച്ചൊരു എന്താ പറയാ, നമുക്കൊക്കെ ഒരു ഇമോഷണലി കണക്ട് ആവുന്ന തരത്തിലുള്ള ചില രംഗങ്ങളൊക്കെയാണ് പിന്നെ അവിടെ കോടതിയിലും ആ കോടതി പരിസരത്തൊക്കെ ആയിട്ട് നടക്കുന്നത്. അങ്ങനെ മമ്മൂട്ടി ഈ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നു, ആരാണ് കുറ്റക്കാരൻ എന്നുള്ളത് തെളിയിക്കുന്നു, മമ്മൂട്ടി ശിക്ഷിക്കപ്പെടുകയും ചെയ്യാണ്. അതായത് മമ്മൂട്ടി കള്ളനാണ് എന്നുള്ളത് മനസ്സിലാക്കി, താനാണ് ഈ കള്ളത്തരങ്ങൾ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള കള്ളൻ എന്നൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് കോടതിയിൽ നിന്ന് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങി ഇതിലേക്ക് പോവാണ്. അപ്പൊ അവിടെ ശോഭനയുണ്ട്, ശോഭനയോട് കാര്യങ്ങളൊക്കെ ഇടയിൽ കടന്ന് പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ആ സിനിമയെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പടമാണ്. യൂട്യൂബിൽ നിന്നിട്ടാണ് ഞാനിത് കണ്ടിട്ടുള്ളത്, തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല, യൂട്യൂബിൽ നിന്നിട്ടാണ് ഞാൻ ഈ പടം കണ്ടിട്ടുള്ളത്. എനിക്കിത് ശരിക്കും റീ റിലീസ് ചെയ്താൽ കൊള്ളാമെന്ന് മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കളിക്കളം എന്നുള്ളത്. അപ്പോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ചുവട്ടിലൊന്ന് കമന്റ് ചെയ്യണേ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പടം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.